ഇതിൽ നമ്മൾ ഏറ്റവും അധികം ഇപ്പോൾ ആകാംക്ഷയോടുകൂടി ഒരുപക്ഷെ ലോകം ചർച്ച ചെയ്യുന്നത് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്പം മുൻപ് ഈ യുദ്ധം തുടങ്ങിയ ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അതിൽ ഇത് മിഡിൽ ഈസ്റ്റിനെ, അതായത് മധ്യപൂർവേഷ്യയുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു ആക്രമണമാണ്, ഒരു പദ്ധതിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും ഇത് ഇറാനിലെ ജനതയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചു. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു ഭാഗമാണ് അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടതായി സംശയിക്കുന്നുണ്ട്, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നു എന്നത്. ഇപ്പോൾ അല്പം മുൻപ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത, ഒരു ഇസ്രയേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടു എന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതുമാണ്. സ്ഥിരീകരിക്കാതെ നിൽക്കുന്ന ഈ വാർത്ത ഒരു അവകാശവാദം എന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു സംസാരിച്ചപ്പോഴും ഖമനൈ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാൻ ഇടവരുത്തിയ സാഹചര്യം, ഖമനൈ അടക്കം ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വസിക്കുന്ന, അവർ കഴിയുന്ന മന്ദിരങ്ങൾ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആക്രമണം നടന്നത്. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ തെഹ്റാനിലെ പ്രധാനപ്പെട്ട നേതാക്കൾ താമസിക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മൃതദേഹം കണ്ടെടുത്തു എന്ന തരത്തിൽ സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു വാർത്ത വന്നിട്ടുണ്ട്. റോയിറ്റേഴ്സ് ഇപ്പോൾ അത് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥനെ കോട്ട് ചെയ്തുകൊണ്ട് ആ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സുഹേൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയത്തുള്ള അലി ഖംനൈയെ കൊന്നതുകൊണ്ടോ ഇല്ലാതാക്കിയതുകൊണ്ടോ വധിച്ചതുകൊണ്ടോ ഇറാന്റെ ഭരണത്തെ അട്ടിമറിച്ചുവെന്നോ ഭരണകൂടത്തെ കീഴ്പ്പെടുത്തിയെന്നോ ഒരു അവകാശവാദം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉന്നയിക്കാൻ കഴിയില്ല. കാരണം ഖംനൈക്ക് ശേഷം വരേണ്ട ആളുകൾ, അദ്ദേഹത്തിൻ്റെ സക്സസറായി വരേണ്ട ആളുകൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിലൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്.